മലയാള സിനിമയിൽ സേവന വേതന കരാർ നിർബന്ധമാക്കി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. വിശദാംശങ്ങളുമായി അർച്ചന വിനോദ് ചേരുന്നു ഒരിക്കൽ കൂടി കൊച്ചിയിൽ നിന്നും. അർച്ചന, എന്തൊക്കെ കരാറിലെ വ്യവസ്ഥകളാണ് ഇവർ പറയുന്നത്? പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ മുന്നോട്ട് വെച്ച നിർദ്ദേശപ്രകാരം. വിനിഷ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുത്തൽ നടപടിയിലേക്കാണ് മലയാള സിനിമാ മേഖല കടക്കുന്നത്. പ്രധാനമായും ഇത് എടുത്തു പറയേണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇതിന് ആധാരമായതെന്നാണ്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഒക്ടോബർ 1 മുതൽ മലയാള സിനിമയിൽ സേവന വേതന കരാർ നിർബന്ധമാക്കും. ഇതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും പുതിയമായി റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇതിൽ ഫെഫ്കയ്ക്കും അതുപോലെ അമ്മ സംഘടനയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട കത്തും അയച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും പറയുന്നത് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രതിഫലം വാങ്ങുന്നവർ ഇതുമായി ബന്ധപ്പെട്ട് കരാർ ഒപ്പിടണമെന്നാണ് ഇതിൽ പ്രധാനമായ വ്യവസ്ഥ. മാത്രമല്ല, ഇതിൽ നിർമ്മാതാക്കൾ മാത്രമല്ല, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് സാങ്കേതിക വിദഗ്ധരടക്കം ഇത്തരം കരാർ ഒപ്പിട്ട ശേഷം മാത്രമായിരിക്കും ഈ സിനിമാ മേഖല ഒപ്പിടണമെന്ന കാര്യങ്ങളടക്കമാണ് പറയുന്നത്. മാത്രമല്ല, ഇതിൽ ഈ ലഹരി ഉപയോഗത്തിനും ലൈംഗിക ചൂഷണത്തിനും എതിരായ വ്യവസ്ഥകളും കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, സേവന വേതന കരാറിൽ ഒപ്പിടാത്തവർ തൊഴിൽ തർക്കത്തിൽ എന്തെങ്കിലും തർക്കത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇടപെടില്ലെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്, ഈ കത്തിൽ പ്രധാനമായും പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കത്ത് ഇപ്പോൾ ഫെഫ്കയ്ക്കും അമ്മയ്ക്കും അയച്ചിരിക്കുകയാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കള്ളപ്പണ ഇടപാട് അടക്കമുള്ള കാര്യങ്ങൾ സിനിമാ മേഖലയിൽ ചർച്ചയാകുമ്പോൾ അത്തരം കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു തിരുത്തൽ നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് എന്തായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായും 1 ലക്ഷത്തിന് മുകളിൽ പ്രതിഫലം വാങ്ങുന്നവർ ഇനി കമ്പനിയുടെ, അതായത് നിർമ്മാണ കമ്പനിയുടെ മുദ്രപത്രത്തിൽ ഇത്തരത്തിൽ കരാർ ഒപ്പിട്ട ശേഷം മാത്രമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. ശരി അർച്ചന, മലയാള സിനിമയിൽ സേവന വേതന കരാർ നിർബന്ധമാക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ഒരു തിരുത്തൽ നടപടികളിലേക്ക് കടക്കുന്നു എന്ന് തന്നെ പറയാം. 1 ലക്ഷം മുകളിൽ പ്രതിഫലം വാങ്ങുന്നവർ മുദ്രപത്രത്തിൽ കരാർ നൽകണം. ഒക്ടോബർ 1 മുതൽ ഈ കരാർ നിർബന്ധമാക്കുമെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത്. അർച്ചന വിനോദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.